ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഗ്രീൻ പീസ് വെച്ച് മല്ലിപ്പൊടിയോ തേങ്ങയോ പൊട്ടറ്റോയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ഗ്രീൻ പീസ് മസാല റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗ്രീൻ പീസ് എടുത്ത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗ്രീൻ പീസ് ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസിലോട്ട് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള എല്ലാം കളർ മാറി വരുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി തന്നെ കളർ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി തന്നെ ഒന്ന് കളറൊന്ന് മാറി വരണം. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും 4 വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് റോസ്മെൽ മാറുന്ന വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ടൊരു 1/2 തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഇത് ഞാനൊരു 1/2 പോർഷനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഗ്രീൻ പീസിലിട്ട് കുക്ക് ചെയ്തെടുത്തുകൊണ്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഈ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗ്രീൻ പീസ് കറി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ മല്ലിപ്പൊടി എല്ലാം ചേർത്ത് ഉണ്ടാക്കി എടുക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മുളക് പൊടി മാത്രം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയത്ത് കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ബോയിലായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കാതെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെയും പൊട്ടിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്സിനെല്ലാം അറിയിക്കാനും മറക്കരുത്. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. താങ്ക് യു.